ഹായ് നമസ്കാരം. നിങ്ങൾ കുറച്ച് പേര് എനിക്ക് കുറച്ച് വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ദാ കാണിച്ചു തരാം. ഈ വീഡിയോ എന്നെ കുറിച്ചിട്ട് ഒരുത്തി പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ട് നോക്കണേ. അത് എന്റെ സൗന്ദര്യത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കാര്യം അവള് സമ്മതിച്ചിട്ടുണ്ട്. ഇത് വെപ്പുകൂടിയാ. നിന്റെ മോളുടെ പോലെ ലോറി കയറി ഇറങ്ങി. ഓക്കെ, നിങ്ങൾ കേട്ടല്ലോ. കേട്ടില്ലെങ്കിൽ ഞാൻ ഫുള്ളായിട്ട് ഞാൻ ഇതിൽ വെക്കാം കേട്ടോ വീഡിയോ. എൻ്റെ ശബ്ദം കൂടി ഉണ്ട്, അതിൽ മനസ്സിലാവുന്നില്ല, എന്താണ് ക്ലിയർ ആവുന്നുണ്ടാവില്ലേ നിങ്ങൾക്ക് പറയണത്. ഒരു വ്യക്തിയെ, യാതൊരു മുൻപരിചയമില്ലാത്ത ഒരു വ്യക്തിയെ എടി പോടിയെന്ന് വിളിക്കാനും ജാതിയുടെയും നിറത്തിൻ്റെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പരസ്യമായിട്ട് അപമാനിക്കുന്ന, ഉള്ളിൽ കാളകൂടം വിഷം നിറച്ച് എല്ലാ വീഡിയോസിലും തുപ്പുന്ന നിങ്ങളെ എന്തായാലും ഞാൻ ഇനി ടീച്ചറെ എന്ന് വിളിക്കാൻ പോകുന്നില്ല. ടീച്ചറെ എന്ന് വിളിക്കാനുള്ള യാതൊരു യോഗ്യതയും നിങ്ങൾക്ക് എന്തായാലും ഇല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് വെപ്പുമുടി സത്യഭാമ എന്നാണ്. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ ചേർന്ന പേരേ. ഞാനിപ്പോൾ സത്യഭാമയെന്ന് വിളിക്കണം കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും വിചാരിക്കും എന്താ പ്രായത്തിന് ബഹുമാനിക്കാത്ത നന്ദനെ, 68 വയസ്സായ ഒരു സ്ത്രീയല്ലേ. ശരിയാണ്, പ്രായത്തിന് ബഹുമാനിക്കണം. അത് മനുഷ്യർക്ക് പ്രായമാകുമ്പോഴല്ലേ ബഹുമാനിക്കേണ്ട ആവശ്യമുള്ളൂ. കഴുതകൾക്ക് പ്രായമാകുമ്പോൾ നമ്മൾ ബഹുമാനിക്കാറില്ലല്ലോ. കഴുതകൾ തന്നെയാണല്ലോ. ഇപ്പൊ ചെറുതായാലും വലുതായാലും കഴുത തന്നെയാണ്. അതെ, പിന്നെ നമ്മുടെ ആളുടെ ഒരു വോയിസ് ഉണ്ട്, അതെല്ലാവരും ഒന്ന് കേൾക്കണേ. ഞാൻ കേൾപ്പിച്ചാട്ടാ. നിന്റെ മോളുടെ പോലെ ലോറി കയറി ഇറങ്ങി മോഹത്താണ്. നിനക്ക് ബിഗ് ബോസിലൊക്കെ കിട്ടിയത് നിന്റെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല കേട്ടാ. ബിഗ് ബോസിൽ സൗന്ദര്യമുള്ളവർ ആരുണ്ട്? സൗന്ദര്യം ഒന്നും വേണ്ട. അതിനകത്ത് ചെല്ലുന്ന ഏത് പാർട്ടികളാണ്, ഏത് ലെവലിലുള്ള ആൾക്കാരാണെന്നൊക്കെ എനിക്കറിയാം. എന്തുകൊണ്ടാണ് ഈ സത്യഭാമ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ബിഗ് ബോസിൽ കയറുന്നത് ഏത് ലെവലാണ്, ഏത് പാർട്ടികളാണെന്നൊക്കെ അറിയാമെന്ന്. ഞങ്ങൾ ബിഗ് ബോസിൽ കയറി ഈ സീസൺ 7 വരെയുള്ള പെൺകുട്ടികൾ എങ്ങനെയാണ് കയറിയതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഓഡീഷൻ കഴിഞ്ഞ് നല്ല അന്തസ്സായിട്ട് കയറിയതാണ്. ഇപ്പോൾ എന്താ പറയുക, വെപ്പുമുടി സത്യഭാമ കലാമണ്ഡലത്തിൽ കയറിയത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ചിലപ്പോൾ ഇപ്പോൾ പറഞ്ഞല്ലോ ഏത് ലെവൽ ഏത് പാർട്ടി വരെയൊക്കെയാണെന്നുള്ളത്. ചിലപ്പോൾ ആ രീതിക്ക് കയറിയതാണെങ്കിലോ. നിങ്ങളെപ്പോലെ തരം താഴ്ന്ന രീതിയിലാണ് എല്ലാവരും എല്ലാ പ്ലാറ്റ്ഫോമിലും കയറുന്നത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങളെപ്പോലെ തരം താഴാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റൂ. ആളുടെ ഒരു വോയിസും കൂടി ഉണ്ട് കേട്ടോ, കേൾപ്പിക്കട്ടെ ഞാൻ. ഈ 68ാമത്തെ വയസ്സിൽ മുഖത്ത് പൊട്ടിയിട്ട് നാട്ടുകാരെ തെറിയും കേട്ട് ചീഞ്ഞളിഞ്ഞ് പുഴുത്ത് ജീവിക്കണായിട്ട് നല്ലത് ഞാൻ നേരത്തെയും കാലത്തും പോണത് തന്നെയാണ് കേട്ടോ. എനിക്കറിയുന്ന കലാമണ്ഡലത്തിലെ ടീച്ചർമാരൊക്കെ നല്ല സംസ്കാരമുള്ള ടീച്ചർമാരാണ് കേട്ടോ. ഇത് ഏത് കലാമണ്ഡലാണാവോലെ? അത് പറഞ്ഞപ്പോൾ വ്യാജ ഡോക്ടർ, വ്യാജ വക്കീൽ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. വ്യാജ കലാമണ്ഡലം എന്ന് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. ഇപ്പൊ പൈസ കൊടുത്തിട്ടോ, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ആ രീതി, മറ്റേ രീതിയിൽ കലാമണ്ഡലം കിട്ടിയ സത്യഭാമയല്ല, വെപ്പുമുടി സത്യഭാമേ. അത് ഈ ആൾക്കാരെ അധിക്ഷേപിച്ചുകൊണ്ടൊന്നും ഈ 68ാം വയസ്സിൽ ഇരിക്കാൻ പറ്റില്ലേ? നിങ്ങൾക്ക് എന്തിൻ്റെ സൂക്കേടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ചെറിയ പിള്ളേരെ കാണുമ്പോൾ മാത്രം നിങ്ങൾക്കൊരു പ്രത്യേക സൂക്കേടുണ്ടല്ലോ. അത് വല്ലാത്തൊരു സൂക്കേടാണ് കേട്ടോ. വല്ല രാമായണം വായിച്ചിരിക്കേണ്ട സമയത്താണ് ഇങ്ങനെ ഈ 68ാം വയസ്സിൽ കാണാന്ന് പറയണ്ടേ. രാമായണം വായിച്ചിരിക്കും യോ. ഞാനൊരു പോയിന്റ് വിട്ടുപോയിട്ട് നിങ്ങളോട് പറയാനായിട്ട്, കേരളക്കാരെ മൊത്തം നമ്മുടെ ടീച്ചറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ ചിലവരുടെ കമന്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്യാൻ പാടുണ്ടോ? ഞാൻ വായിക്കാട്ടോ മിനിറ്റ്. ഈ തള്ളക്ക് ഇതെന്തിന്റെ സൂക്കേടാണ്? കമന്റാണേ. മോന്ത കണ്ടാലും മതി, മലച്ച ചുണ്ടും തൂങ്ങിയ സ്കിന്നും കൊണച്ച സംസാരവും പാറക്കല്ലിലിട്ട് ഉരച്ച ശബ്ദവും. കുറച്ചൊക്കെ ബഹുമാനം വേണ്ട. എന്ത് കമന്റ് അത്? ഇതിന്റെ ബാക്കിയും കൂടി ഉണ്ട്, അതും കൂടി വായിക്കട്ടോ. ഈ കിളവിക്ക് വെറും അസൂയാണ്. ചെറുപ്പക്കാരെ കാണുമ്പോൾ അത് കുഴിയിൽ കാലും നീട്ടി ഇരിക്കുന്ന ചില വാർദ്ധക്യ കൃമികൾ. അങ്ങനത്തെ ഒരു പേരുണ്ടല്ലോ, എനിക്കിഷ്ടായി. പ്രത്യേകം കണ്ടുവരുന്ന ഒരു അസുഖമാണിത്. പിന്നെ കേരളക്കര കൂടെയുണ്ട്. അത് നിങ്ങളുടെ കഴിവ് കണ്ടല്ല, നിങ്ങളുടെ ഭംഗിയും കണ്ടല്ല. ആ പിഴച്ച നാവിൽ നിന്നും വരുന്ന വൃത്തികെട്ട വർത്താനം കേട്ട് വെറുപ്പായി അതിന് തിരിച്ചു പറയാനാണ് നിങ്ങളെ ഫോളോ ചെയ്ത്. ടീച്ചർ ടീച്ചറല്ല, വെപ്പുമുടി സത്യഭാമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഫോളോ ചെയ്താൽ മാത്രമേ കമന്റ് ഇടാൻ പറ്റുള്ളൂ. ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ കമന്റ് ഇടണം കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇത്രയും വൃത്തികെട്ടൊരു പിശാച് പിടിച്ച് തള്ളയെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടേ എന്ന് ഞാനല്ല പറഞ്ഞത്, കമന്റാണേ. ഇതിലും കൂടുതൽ കുറേ കേരളക്കാർ സപ്പോർട്ട് ചെയ്യുന്ന കമന്റ് ഉണ്ട്. അതൊക്കെ ഞാൻ വായിക്കട്ടെ. വായിച്ചാൽ നിങ്ങൾ തന്നെ നാറും. അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. നിങ്ങൾ ഇഷ്ടംപോലെ നിങ്ങളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റയൊക്കെ തിരഞ്ഞാൽ മതി, ആ കമന്റുകളൊക്കെ കാണാം കേട്ടോ.
പിന്നെ ഒരു പ്രധാന കാര്യം ഉണ്ട് കേട്ടോ, നിങ്ങളെപ്പോലെ സോഫയും വലിച്ച് നീട്ടിയിരുന്ന് പൊട്ടും തൊട്ട് സാരി ഉടുത്ത് കണ്ണെഴുതി ലിപ്സ്റ്റിക് കൂട്ടിട്ട് കണകുണ വർത്താനം പറയാൻ സത്യത്തിൽ എനിക്ക് സമയമില്ല. നിങ്ങൾക്ക് ആ സമയമുള്ളതുകൊണ്ടാണല്ലോ നിങ്ങളെല്ലാവരും പിടിച്ച് കുറ്റം പറയട്ടെ വയസ്സാം കാലത്ത് ഇഷ്ടംപോലെ ചിന്നൻ്റെ ആൾക്കാരുണ്ടായില്ല, നിങ്ങളെ ഞാൻ കൂട്ടിയിട്ടുള്ളൂ. നിങ്ങൾ ഇനിയും പറഞ്ഞുകൊണ്ടിരുന്നോളൂ, ഇനി നിങ്ങൾ വീണ്ടും എന്നെക്കുറിച്ച് വേറെ വീഡിയോ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ അരി മേടിക്കാനായിട്ട് എനിക്ക് ജോലിക്ക് പോകണം, ഇതുപോലെ ഇരുന്ന് സംസാരിക്കാൻ എനിക്ക് സത്യത്തിൽ സമയമില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അപ്പോൾ ബൈ.